മോർണിംഗ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. PSC ചാറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിലിംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ. ഈ പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ റിപ്പീറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്ക്രീനിലുണ്ട്, നമ്മുടെ ഒരു ട്യൂട്ടോറിയലുണ്ട്. അതുപോലെ കുറച്ച് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് റിവറിൻ്റെ മാപ്പാണ്, ഇന്ത്യയുടെ റിവറിൻ്റെ മാപ്പാണ്. ഇതിലിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ലോക്തക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാൻ ആണ്. അത് മണിപ്പൂരിലാണ്. അത് നമുക്ക് പ്രീവിയസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലേംദാക് എന്നുള്ള ആ ഒരു സോഴ്സിലാണ് ലോക്തക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉള്ളത്, മണിപ്പൂരിലാണ്. അതുപോലെ സുബർണരേഖ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അതും ചോദിച്ചിട്ടുള്ളതാണ്. സുബർണരേഖ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഈ സുബർണരേഖ എന്നുള്ളത് ജാർഖണ്ഡ്, നമ്മൾ ഇന്ത്യയിലെ ജാർഖണ്ഡിലെ സുബർണരേഖ നദിയിലാണ് ഈ സുബർണരേഖ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോർത്ത് ഈസ്റ്റ് എന്നാണ് വരുന്നത്. അതുപോലെ മഹാനദി ഒറീസയിലാണ്. മഹാനദിയിലെ ഹിരാക്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അത് കുറച്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഹിരാക്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഒഡീസയിലെ മഹാനദിയിലാണ് ഹിരാക്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതുപോലെയാണ് ഒഡീഷയിലെ തന്നെ ബലിമേല ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ബലിമേല ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഒഡീഷയിലെ സില്ലേരു എന്ന നദിയിലാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് റിഹന്ദ്, മധ്യപ്രദേശിലെ റിഹന്ദ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. റിഹന്ദ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സോൺ എന്ന നദിയിലാണ്. മധ്യപ്രദേശിലെ സോൺ നദിയിലാണ് റിഹന്ദ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതുപോലെ ബാണസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, മധ്യപ്രദേശിൽ തന്നെ ബാണസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മധ്യപ്രദേശിലാണ്. ബാണസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സോൺ നദിയിലാണ്. റിഹന്ദ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മധ്യപ്രദേശ്. അതുപോലെ നാഗാർജുന, ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കൃഷ്ണ നദിയിലാണെന്ത് നാഗാർജുന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. കൃഷ്ണ നദിയിലാണെന്ത് നാഗാർജുന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. പിന്നെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ശ്രീശൈലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും ആന്ധ്രാപ്രദേശിലാണ്, കൃഷ്ണ നദിയിലാണ്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നമുക്ക് പെരിയാറിലാണ്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതുപോലെ കർണാടകയിലേക്ക് വന്ന ശിവസമുദ്രം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കാവേരിയിലാണ്. വേറെ ഒന്ന് കർണാടകയിലുള്ളത് ശരാവതി നദിയിലുള്ള ശരാവതി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും കർണാടകയിലാണ്. കാളിന്തി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും കർണാടകയിലാണ്. അതുപോലെ മധ്യപ്രദേശിൽ നേരത്തെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിഹന്ദ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും അതുപോലെ ബാണസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും. സോൺ നദിയിലെ ബാണസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും അതുപോലെ റിഹന്ദ് നദിയിലെ റിഹന്ദ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും. വേറെ ഒന്നാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദിരാസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അപ്പോൾ മൂന്നെണ്ണമാണ്. നർമ്മദ നദിയിലെ, നമുക്കറിയാം ഇന്ത്യയിലെ നർമ്മദ നദി ഗുജറാത്തിലൂടെ മധ്യപ്രദേശിൽ ഒഴുകുന്ന നർമ്മദ നദിയിലെ ഈ മധ്യപ്രദേശിലെ ഇന്ദിരാസാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മധ്യപ്രദേശിലാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഈ കൃഷ്ണനദിയുടെ ഒരു പോഷക നദിയെ കൊയ്നയിലുള്ള ഒരു പവർ പ്ലാന്റാണ് കൊയ്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മഹാരാഷ്ട്രയിലാണ്. അതേപോലെ നർമ്മദയിലുള്ള പ്രധാനപ്പെട്ട ഒരു പവർ പ്ലാന്റാണ് സർദാർ സരോവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സർദാർ സരോവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നർമ്മദ നദിയിലാണ്. അതുപോലെ പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇന്ത്യയുടെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കാം, ഹിമാചൽ പ്രദേശിൽ ഉള്ളത് ബക്രാനങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അത് സത്ലജിലാണ്. ബക്രാനങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് അത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി ഹിമാചൽ പ്രദേശിലെ സത്ലജിലെ വേറൊന്നാണ്
നദ്ഫ ജാഗ്രി ഇലക്ട്രിക് പവർ പ്ലാന്റ്, നദ്ഫ ജാഗ്രി ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്, ഇതും ചോദിക്കാൻ ചാൻസിലാണ്. നദ്ഫ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സത്ലജിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഇനി ബൈറ നദിയിലുള്ള, ഹിമാചൽ പ്രദേശിൻ്റെ ബൈറ നദിയിലുള്ള സിയൂൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, സിയൂൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ബൈറ നദി, ഹിമാചൽ പ്രദേശ്. ഇനി നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രധാനപ്പെട്ട ഇത് ചോദിച്ച് പ്രീവിയസ് ആയിട്ട് ധാരാളം പ്രാവശ്യം ചോദിച്ചുള്ളതാണ് ചെനാബ് നദിയിലെ സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ചെനാബ് നദിയിലെ സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ചെനാബ് നദിയിലാണെന്നും അത് ജമ്മു കാശ്മീരാണെന്നും ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ചെനാബ് നദിയിലെ സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതുപോലെ ജമ്മു കാശ്മീരിലെ തന്നെ ഝലം നദിയിലെ ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പ്രീവിയസ് ആയി ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഏത് നദിയിലാണ്? ഝലം നദിയിലാണ്. അതേപോലെ ബക്ര നങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സത്ലജിലാണ്. ബക്ര നങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഹിമാചൽ പ്രദേശിലെ ബക്ര നങ്കൽ, അത് ഹിമാചൽ പ്രദേശിലാണ്. അതുപോലെ ബിയാസ് നദിയിലെ, ജമ്മു കാശ്മീരിലെ ബിയാസ് നദിയിലെ ദർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് വേറെ ഒന്ന്, ഭാഗീരഥി നദിയിലെ തെഹരി, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഭാഗീരഥി നദിയിലെ തെഹരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഭാഗീരഥി നദിയിലെ തെഹരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, തെഹരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഭാഗീരഥി, ഉത്തരാഖണ്ഡ്. ഇനി സിക്കിമിലെ രണ്ട് പ്രധാനപ്പെട്ട, അത് ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ സിക്കിമിലെ കാര്യം ചോദിക്കാണ്ട് ചോദിച്ച ടീസ്റ്റ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി. ആ ടീസ്റ്റ നദിയിലുള്ളതാണ് ടീസ്റ്റ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അതുപോലെ രംഗിത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സിക്കിം, രംഗിത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സിക്കിം. ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള കൂടുതലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, ഓർത്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.